രാജ്യാന്തര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് മെയ് 2-നാണ്. രാജ്യത്തെ ആദ്യത്തെ സമർപ്പിത ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് ലോകം ഉറ്റുനോക്കുന്ന ഒന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏപ്രിൽ 30-ന് ഇംഗ്ലീഷ് പത്രങ്ങളിൽ കേന്ദ്ര സർക്കാർ പരസ്യം നൽകിയിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ച് വികസിത് ഭാരത് 2047-ന്റെ ഭാഗമായുള്ള പദ്ധതി എന്നാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം. ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കിയതും പദ്ധതി ചെലവിന്റെ ഭൂരിഭാഗം ചിലവാക്കിയതും പിണറായി സർക്കാരാണെന്നത് പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും എന്തുകൊണ്ട് കേന്ദ്രം ലജ്ജയില്ലാതെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നു? ഇംഗ്ലീഷ് പത്രങ്ങളിലെ പരസ്യത്തിൽ പറയുന്നത് ഈ പ്രൊജക്ടിന്റെ ആകെ തുക 18,000 കോടി എന്നാണ്. വാസ്തവത്തിൽ ഇത്രയും രൂപയാണോ ചെലവ്? കേരള സർക്കാരുകൾ ആകെ ചെലവഴിച്ച തുക എത്രയാണ്? അക്കാര്യങ്ങൾ പരിശോധിക്കാം. യൂറോപ്പ്, പേർഷ്യൻ ഗൾഫ്, ഫാർ ഈസ്റ്റ് രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സൂയിസ് കനാലിനും മലാക്ക കടലിടുക്കിനും ഇടയിലുള്ള വിഴിഞ്ഞത്തിന്റെ സ്ഥാനമാണ് അന്താരാഷ്ട്ര തലത്തിൽ വിഴിഞ്ഞത്തിന് പ്രാധാന്യം നൽകുന്നത്. ഇന്ത്യൻ കണ്ടെയ്നർ നീക്കത്തിന്റെ 75% നിലവിൽ കൊളംബോ തുറമുഖമാണ് കൈകാര്യം ചെയ്യുന്നത്. വലിയ തോതിലുള്ള വിദേശ നാണ്യനഷ്ടവും വരുമാന നഷ്ടവുമാണ് ഇതുമൂലം രാജ്യത്തിന് സംഭവിക്കുന്നത്. വൻകിട ചരക്ക് കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കുന്ന ലോകത്തിലെ വലിയ തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം മാറുന്നതോടെ കൊളംബോ കൈകാര്യം ചെയ്തിരുന്ന നല്ലൊരു ഭാഗം ഇന്ത്യൻ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോ അവിടെയെത്തും. വിഴിഞ്ഞം തുറമുഖം സജീവമാകുന്നതോടെ നേട്ടം രാജ്യത്തിന് തന്നെയാണ്, കേരളത്തിനല്ല. ഈ പദ്ധതി ഏറ്റവും ഉപകരിക്കുന്നതും കേന്ദ്ര സർക്കാരിനാണ്. എന്നാൽ കേന്ദ്രം ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാരിന് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു? ഇവിടെയും കേന്ദ്രം പക പോക്കുകയല്ലേ? കേന്ദ്ര സർക്കാർ നൽകുന്ന വയബിലിറ്റി ഫണ്ട് സംസ്ഥാന സർക്കാർ പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന നിബന്ധന സംസ്ഥാനത്തോടുള്ള ചതിയല്ലേ? അവിടെ ഒരു വിവേചനമില്ലേ? വിഴിഞ്ഞം പദ്ധതിക്കായി 61.83% തുക സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് 8,686 കോടി രൂപയാണ് മുതൽ മുടക്ക്. ഇതിൽ 5,370.86 കോടി രൂപ സംസ്ഥാന സർക്കാരും 818 കോടി രൂപ കേന്ദ്ര സർക്കാരും 2,497 കോടി രൂപ അദാനി പോർട്ടുമാണ് വഹിക്കുന്നത്. ഇതിൽ 9.42% കേന്ദ്രത്തിന്റെ VGF ഗ്രാന്റ്. നാളിതുവരെ തുറമുഖ നിർമ്മാണത്തിനായി തിരിച്ചടയ്ക്കേണ്ടാത്ത ഗ്രാന്റായി നൽകുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ കേന്ദ്ര സർക്കാർ ലാഭവിഹിതം ചോദിക്കുന്നത് ഇത് ആദ്യമായാണ്. തൂത്തുക്കുടി തുറമുഖത്തിന്റെ ഔട്ടർ ഹാർബർ പദ്ധതിക്ക് 1,411 കോടി രൂപ VGF അനുവദിച്ചപ്പോൾ സമാനമായ നിബന്ധനകൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരള സർക്കാരിന്റെ പേര് പോലും പരസ്യത്തിൽ പരാമർശിച്ചിട്ടില്ല. രാജ്യത്തിന്റെ അഭിമാനമാകാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖത്തിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം വിചിത്രമാണ്. ഒരു ഗ്രാന്റ് പോലും അനുവദിക്കാത്ത പ്രോജക്ടിന്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുക്കുവാൻ തയ്യാറാവുകയാണ് കേന്ദ്ര സർക്കാർ. സത്യത്തിൽ വസ്തുതകളെ മറച്ചുവെച്ച് ബഷീറിന്റെ നോവലായ സ്ഥലത്തെ പ്രധാന ദിവ്യനിലെ എട്ടുകാലി മമ്മൂഞ്ഞാവുകയല്ലേ കേന്ദ്ര സർക്കാർ? തുറമുഖ നിർമ്മാണ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ അന്ന് നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിന് എരുതിയിൽ എണ്ണ ഒഴിക്കുകയായിരുന്നു. പ്രതിഷേധങ്ങളും വെല്ലുവിളികളും അഭിമുഖീകരിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത്. അപ്പോഴിതാ പത്രപരസ്യത്തിൽ മോദിജിയും കേന്ദ്ര സർക്കാരും മാത്രം.